എഡ്യൂക്കേഷൻ അക്കാദമിയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. കേരള PSC പരീക്ഷകൾക്കായുള്ള പ്രധാനപ്പെട്ട ഇന്ത്യയുടെ ഭൂമിശാസ്ത്രം, ഗതാഗതം, വ്യവസായങ്ങൾ, സാങ്കേതികവിദ്യ തുടങ്ങിയ വിവിധ മേഖലകളിലെ പ്രധാന ചോദ്യോത്തരങ്ങളാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ നോക്കുന്നത്. അപ്പോൾ വരുന്ന പരീക്ഷകൾക്ക് മാർക്ക് ഉറപ്പിക്കാനായിട്ട് വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. ചോദ്യങ്ങളിലേക്ക് കടക്കാം. ഇന്ത്യയുടെ ഏറ്റവും പ്രായം കുറഞ്ഞ മടക്കുപർവ്വതം ഏതാണ്? ഹിമാലയമാണ് ഇന്ത്യയുടെ ഏറ്റവും പ്രായം കുറഞ്ഞ മടക്കുപർവ്വതം. ലോകത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞതും ഉയരം കൂടിയതുമായ മടക്കു പർവ്വതനിരയാണ് ഇന്ത്യയുടെ വടക്കേ അതിർത്തിയിലുള്ള ഹിമാലയം. എവറസ്റ്റും കാഞ്ചൻജംഗയും സ്ഥിതി ചെയ്യുന്ന ഇവിടെ നിന്നാണ് ഗംഗ, യമുന, സിന്ധു, ബ്രഹ്മപുത്ര തുടങ്ങിയ പ്രധാന നദികൾ ഉദ്ഭവിക്കുന്നത്. രാജസ്ഥാനിലൂടെ കടന്നുപോകുന്ന ആരവല്ലി പർവ്വതനിരയാണ് ഇന്ത്യയിലെ ഏറ്റവും പ്രായം കൂടിയ മടക്കുപർവ്വതം. ഇന്ത്യയിലെ ഏറ്റവും വലിയ നദീതട സമതലം ഏതാണ്? ഉത്തരമഹാസമതലമാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ നദീതട സമതലം. സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര നദികളും പോഷക നദികളും ചേർന്ന് രൂപപ്പെടുത്തിയ ഇന്തോ ഗംഗാ സമതലം പടിഞ്ഞാറ് സിന്ധു മുതൽ കിഴക്ക് ബ്രഹ്മപുത്ര വരെ 2400 കിലോമീറ്റർ നീളത്തിലും 240 മുതൽ 320 കിലോമീറ്റർ വീതിയിലും വ്യാപിച്ചു കിടക്കുന്നു. പഞ്ചാബ്, ഹരിയാന, ഉത്തർപ്രദേശ്, ബീഹാർ, പശ്ചിമ ബംഗാൾ, അസമിൻ്റെ ചില ഭാഗങ്ങൾ എന്നിവ ഉൾപ്പെടുന്ന ഈ പ്രദേശം ഹിമാലയൻ നദികളുടെ എക്കൽ അടിഞ്ഞുകൂടി രൂപം കൊണ്ട ഇന്ത്യയിലെ ഏറ്റവും ഫലഭൂയിഷ്ഠമായ കാർഷിക പ്രദേശമാണ്. ഇന്ത്യയും ചൈനയും തമ്മിലുള്ള അതിർത്തി രേഖ ഏത് പേരിൽ അറിയപ്പെടുന്നു? മക്മോഹൻ രേഖ. ഇന്ത്യയും ചൈനയും തമ്മിലുള്ള അതിർത്തി രേഖ മക്മോഹൻ രേഖയാണ്. കിഴക്കൻ മേഖലയിൽ ഇന്ത്യയും പ്രത്യേകിച്ച് അരുണാചൽ പ്രദേശിനെയും ടിബറ്റിനെയും വേർതിരിക്കുന്ന രേഖയാണിത്. ഇന്ത്യയും പാകിസ്ഥാനും ഇന്ത്യയും ബംഗ്ലാദേശും പഴയ കിഴക്കൻ പാകിസ്ഥാൻ ഭാഗമായിരുന്ന ബംഗ്ലാദേശും തമ്മിലുള്ള അതിർത്തി രേഖയാണ് റാഡ്ക്ലിഫ് രേഖ എന്നറിയപ്പെടുന്നത്. ഇന്ത്യയും അഫ്ഗാനിസ്ഥാനും തമ്മിലുള്ള അതിർത്തി രേഖ ഡ്യൂറാൻഡ് രേഖ എന്നും അറിയപ്പെടുന്നു. ഇന്ത്യയുടെ ഏറ്റവും തെക്കേ അറ്റം ഏതാണ്? ഇന്ദിരാ പോയിന്റ് ആണ് ഇന്ത്യയുടെ ഏറ്റവും തെക്കേ അറ്റം. ആൻഡമാൻ നിക്കോബാർ ദ്വീപിലെ ഗ്രേറ്റ് നിക്കോബാർ ദ്വീപിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യയുടെ പ്രധാന ഭൂപ്രദേശത്തെ മെയിൻലാൻഡിലെ ഏറ്റവും തെക്കേ അറ്റം തമിഴ്നാട്ടിലെ കന്യാകുമാരി അഥവാ കേപ്പ് കൊമോറിനാണ്. ഇന്ത്യയുടെ വടക്കേ അറ്റം ഇന്ദിരാക്കോൾ, ലഡാക്കിലെ ഇന്ദിരാക്കോളും, കിഴക്കേ അറ്റം കിബിത്തു, അരുണാചൽ പ്രദേശിലെ കിബിത്തുവും, പടിഞ്ഞാറേ അറ്റം ഗുഹാർമോത്തി, ഗുജറാത്തിലെ ഗുഹാർമോത്തിയും ആണ്. ഇന്ത്യയിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി ഏതാണ്? സിദ്രാപോങ് ജലവൈദ്യുത പദ്ധതിയാണ് ഇന്ത്യയിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി. ഡാർജിലിംഗിന് സമീപം പശ്ചിമ ബംഗാളിലുള്ള സിദ്രാപോങ് ജലവൈദ്യുത പദ്ധതി 1897 പ്രവർത്തനം ആരംഭിച്ച ഏഷ്യയിലെ ആദ്യത്തെ നിലയങ്ങളിൽ ഒന്നാണ്. കർണാടകയിൽ കാവേരി നദിക്ക് കുറുകെ 1902 സ്ഥാപിതമായ ശിവസമുദ്രം ഇന്ത്യയിലെ ആദ്യത്തെ പ്രധാന വാണിജ്യ ജലവൈദ്യുത പദ്ധതിയാണ്. ഹിമാചൽ പ്രദേശ് പഞ്ചാബ് അതിർത്തിയിൽ സത്ലജ് നദിയിലെ ഭക്രാനങ്കൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ അണക്കെട്ടുകളിൽ ഒന്നാണ്. മഹാനദിക്ക് കുറുകെ ഒഡീഷയിലുള്ള ഹിരാക്കുഡ് ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ പ്രധാന അണക്കെട്ടുകളിൽ ഒന്നാണ്. കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി പെരിയാർ നദിയിലെ ഇടുക്കി പദ്ധതിയാണ്. ഉത്തരാഖണ്ഡിൽ ഭഗീരഥ നദിക്ക് കുറുകെ സ്ഥിതി ചെയ്യുന്ന തെഹ്രി അണക്കെട്ട് ഇന്ത്യയിലെ ഏറ്റവും ഉയരമുള്ള അണക്കെട്ടാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത് ഏത് മാർഗത്തിലൂടെയാണ്? താപവൈദ്യുതി. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത് കൽക്കരി ഉപയോഗിച്ചുകൊണ്ടുള്ള താപവൈദ്യുതി തെർമൽ പവറിലൂടെയാണ്. ഇന്ത്യയുടെ മൊത്തത്തിലുള്ള വൈദ്യുതി ഉൽപ്പാദനത്തിൻ്റെ സിംഹഭാഗവും കൽക്കരിയെ ആശ്രയിച്ചാണ് നടക്കുന്നത്. ഇന്ത്യയുടെ ആകെ വൈദ്യുതി ഉൽപ്പാദനത്തിൻ്റെ 70% ഭാഗവും കൽക്കരി പോലുള്ള ഫോസിൽ ഇന്ധനങ്ങളിൽ നിന്നാണ് ലഭിക്കുന്നത്. ഇന്ത്യയിൽ സൗരോർജ ഉൽപ്പാദനത്തിൽ മുൻപിൽ നിൽക്കുന്ന സംസ്ഥാനം ഏതാണ്? രാജസ്ഥാൻ. ഇന്ത്യയിൽ സൗരോർജ ഉൽപ്പാദനത്തിലും സ്ഥാപിത ശേഷിയിലും മുൻപിൽ നിൽക്കുന്ന രാജസ്ഥാൻ. കൂടുതൽ സൂര്യപ്രകാശവും താർ മരുഭൂമിയിലെ വിശാലമായ തരിശു ഭൂമിയുമാണ് ഈ നേട്ടത്തിന് കാരണം. ലോകത്തിലെ ഏറ്റവും വലിയ സൗരോർജ പാർക്കുകളിലൊന്നായ ബദ്ല സൗരോർജ പാർക്ക് രാജസ്ഥാനിലെ ജോധ്പൂർ ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ആണവ നിലയം ഏതാണ്? കൂടംകുളം ആണവ നിലയമാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ആണവ നിലയം. തമിഴ്നാട്ടിലെ തിരുനെൽവേലി ജില്ലയിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന ഉൽപ്പാദന ശേഷിയുള്ള ആണവ പദ്ധതിയാണത്. റഷ്യയുടെ സഹകരണത്തോടെയാണ് കൂടംകുളം നിലയം നിർമ്മിച്ചിരിക്കുന്നത്. ഇന്ത്യയിൽ ആദ്യമായി സ്ഥാപിച്ച ആണവ നിലയം മഹാരാഷ്ട്രയിലെ താരാപൂർ ആണവ നിലയമാണ്. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ ദേശീയപാത ഏതാണ്? NH44 ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ ദേശീയപാത. കാശ്മീരിലെ ശ്രീനഗറിൽ തുടങ്ങി കന്യാകുമാരിയിൽ അവസാനിക്കുന്ന NH44 രാജ്യത്തിൻ്റെ വടക്കേയറ്റത്തെയും തെക്കേയറ്റത്തെയും ബന്ധിപ്പിക്കുന്ന മുൻപ് NH7 ഉൾപ്പെടെയുള്ളവ ചേർത്ത് രൂപീകരിച്ച ഏകദേശം
3745 കിലോമീറ്റർ നീളമുള്ള പാതയാണ്. ഇന്ത്യയിലെ ഏറ്റവും നീളം കുറഞ്ഞ ദേശീയപാതകളിൽ ഒന്നാണ് NH548 548. മഹാരാഷ്ട്രയിലെ പൻവെയിൽ തുടങ്ങി കേരളത്തിലൂടെ കടന്നുപോയി കന്യാകുമാരിയിൽ അവസാനിക്കുന്ന പ്രധാനപ്പെട്ട തീരദേശീയ പാതയാണ് NH66, പഴയ NH17. ഇന്ത്യയിൽ ആദ്യത്തെ റെയിൽവേ ഗതാഗതം ആരംഭിച്ച വർഷമേത്? 1853. 1853 ഏപ്രിൽ 16 ഇന്ത്യയിൽ ആദ്യത്തെ തീവണ്ടി സർവീസ് ഔദ്യോഗികമായി സർവീസ് ആരംഭിച്ചത്. ബോംബെ മുതൽ താനെ വരെയുള്ള 34 കിലോമീറ്റർ ദൂരത്തിലാണ് ആദ്യ തീവണ്ടി ഓടിയത്. അന്നത്തെ ബ്രിട്ടീഷ് ഗവർണർ ജനറലായിരുന്ന ലോർഡ് ഡൽഹൌസിയുടെ കാലത്താണ് ഇത് നടപ്പിലാക്കിയത്. ഗ്രേറ്റ് ഇന്ത്യൻ പെനിൻസുലർ റെയിൽവേ GIPR എന്ന കമ്പനിയാണ് ഈ തീവണ്ടി സർവീസ് നടത്തിയിരുന്നത്. കൊങ്കൺ റെയിൽവേ ബന്ധിപ്പിക്കുന്ന പ്രധാന സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണ്? മഹാരാഷ്ട്ര, ഗോവ, കർണാടക. കൊങ്കൺ റെയിൽവേ ബന്ധിപ്പിക്കുന്ന പ്രധാന സംസ്ഥാനങ്ങളാണ് മഹാരാഷ്ട്ര, ഗോവ, കർണാടക. മഹാരാഷ്ട്രയിലെ റോഹ മുതൽ കർണാടകയിലെ തോക്കൂർ വരെയുള്ള ഭാഗങ്ങളെയാണ് കൊങ്കൺ റെയിൽവേ ബന്ധിപ്പിക്കുന്നത്. ഇത് ഇന്ത്യയുടെ സാമ്പത്തിക തലസ്ഥാനമായ മുംബൈയെയും മംഗലാപുരത്തെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന പ്രധാന പാതയാണ്. ഈ റെയിൽവേ പാതയ്ക്ക് ഏകദേശം 741 മുതൽ 756 കിലോമീറ്റർ വരെ നീളമുണ്ട്. ഇന്ത്യയിൽ ആദ്യമായി പോസ്റ്റേജ് സ്റ്റാമ്പ് പുറത്തിറക്കിയ വർഷമേത്? 1852. 1852 ജൂലൈ 1 സിന്ധ് പ്രവിശ്യയിലാണ്, ഇപ്പോൾ പാകിസ്ഥാനിലുള്ള സിന്ധ് പ്രവിശ്യയിലായിരുന്നു ഏഷ്യയിലെ തന്നെ ആദ്യത്തെ പോസ്റ്റൽ സ്റ്റാമ്പ് പുറത്തിറക്കിയത്. ഇത് സിന്ധ് ഡാക്ക് എന്നറിയപ്പെട്ടിരുന്നു. ഇന്ത്യയിലുടനീളം ഉപയോഗിക്കാൻ സാധിക്കുന്ന ഔദ്യോഗികമായ ആദ്യത്തെ പൊതു സ്റ്റാമ്പ് നിലവിൽ വന്നത് 1854 ഒക്ടോബറിലാണ്. ഇതിൽ വിക്ടോറിയ രാജ്ഞിയുടെ ചിത്രമാണ് പതിച്ചിരുന്നത്. സ്വാതന്ത്ര്യാനന്തരം ഇന്ത്യയുടെ ആദ്യത്തെ പോസ്റ്റൽ സ്റ്റാമ്പ് പുറത്തിറങ്ങിയത് 1947 നവംബർ 21 ദേശീയ പതാകയുടെ ചിത്രമുള്ളതായിരുന്നു ഈ സ്റ്റാമ്പ്. ഇന്ത്യയുടെ സ്വന്തം GPS സംവിധാനത്തിന്റെ പേരെന്താണ്? നാവിക്. ഇന്ത്യയുടെ സ്വന്തം GPS സംവിധാനത്തിന്റെ പേര് നാവിക്, നാവിഗേഷൻ വിത്ത് ഇന്ത്യൻ കോൺസ്റ്റലേഷൻ എന്നാണ്. ഇതിന്റെ ഔദ്യോഗിക പേര് IRNSS, ഇന്ത്യൻ റീജിയണൽ നാവിഗേഷൻ സാറ്റലൈറ്റ് സിസ്റ്റം എന്നാണ്. ഇന്ത്യക്കും അതിന്റെ ചുറ്റും ഏകദേശം 1500 കിലോമീറ്റർ ചുറ്റളവിലുള്ള പ്രദേശങ്ങൾക്കും കൃത്യമായ ഉപഗ്രഹ നാവിഗേഷൻ സേവനങ്ങൾ നൽകുക എന്നതാണ് ഇതിന്റെ പ്രധാന ലക്ഷ്യം. ഇന്ത്യയിൽ ആദ്യത്തെ ആധുനിക ഇരുമ്പുരുക്ക് വ്യവസായശാല അയൺ ആൻഡ് സ്റ്റീൽ ഇൻഡസ്ട്രി ഏതാണ്? ടാറ്റ അയൺ ആൻഡ് സ്റ്റീൽ കമ്പനി, ടിസ്കോ. ടാറ്റ അയൺ ആൻഡ് സ്റ്റീൽ കമ്പനിയാണ് ഇന്ത്യയിൽ ആദ്യത്തെ ആധുനിക ഇരുമ്പുരുക്ക് വ്യവസായശാല. 1874 മുതൽ പശ്ചിമ ബംഗാളിലെ കുൽട്ടിയിലുള്ള ബംഗാൾ അയൺ വർക്ക്സ് പോലുള്ള ചെറിയ ശ്രമങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിലും ഇന്ത്യയിൽ ആദ്യത്തെ പ്രധാന വ്യാവസായിക തലത്തിലുള്ള ഇരുമ്പുരുക്ക് സംരംഭമായി വ്യാപകമായി അംഗീകരിക്കപ്പെട്ടിരിക്കുന്ന ടിസ്കോ ജാർഖണ്ഡിലെ സാക്ചിയിൽ, ഇന്നത്തെ ജംഷഡ്പൂരിലുള്ള സാക്ചിയിൽ JRD ടാറ്റയുടെ നേതൃത്വത്തിൽ 1907 സ്ഥാപിതമായതാണ്. സ്വതന്ത്ര ഇന്ത്യയിലെ പൊതുമേഖലയിൽ ആരംഭിച്ച ആദ്യത്തെ പ്രധാന സ്റ്റീൽ പ്ലാന്റാണ് ഒഡീഷയിലെ റൂർക്കേല സ്റ്റീൽ പ്ലാന്റ്. ഛത്തീസ്ഗഡിലെ ഭിലായ്, പശ്ചിമ ബംഗാളിലെ ദുർഗാപൂർ, ജാർഖണ്ഡിലെ ബൊക്കാറോ എന്നിവയാണ് ഇന്ത്യയിലെ മറ്റ് പ്രധാന പൊതുമേഖല ഇരുമ്പുരുക്ക് വ്യവസായശാലകൾ. ഇന്ത്യയുടെ മാഞ്ചസ്റ്റർ എന്നറിയപ്പെടുന്ന നഗരം ഏതാണ്? അഹമ്മദാബാദ്. അഹമ്മദാബാദാണ് ഇന്ത്യയുടെ മാഞ്ചസ്റ്റർ എന്നറിയപ്പെടുന്ന നഗരം. ഗുജറാത്തിലെ സബർമതി നദീതീരത്തുള്ള അഹമ്മദാബാദ് ഇംഗ്ലണ്ടിലെ മാഞ്ചസ്റ്ററുമായി ഉപമിക്കപ്പെടുന്ന രാജ്യത്തെ പ്രധാന തുണിത്തര വ്യവസായ കേന്ദ്രമാണ്. തെക്കേ ഇന്ത്യയുടെ മാഞ്ചസ്റ്റർ കോയമ്പത്തൂരും ഉത്തരേന്ത്യയുടെ മാഞ്ചസ്റ്റർ ഉത്തർപ്രദേശിലെ കാൺപൂരുമാണ്. മുംബൈ നഗരമാണ് കോട്ടണോപോളിസ് ഓഫ് ഇന്ത്യ എന്ന് അറിയപ്പെടുന്നത്. ഇന്ത്യയിൽ ടെലിവിഷൻ സംപ്രേഷണം ഔദ്യോഗികമായി ആരംഭിച്ച വർഷമേത്? 1959. 1959 സെപ്റ്റംബർ 15 ഡൽഹിയിൽ ആകാശവാണിയുടെ കീഴിൽ പരീക്ഷണാടിസ്ഥാനത്തിൽ ആരംഭിച്ച ഇന്ത്യയിൽ ആദ്യത്തെ ടെലിവിഷൻ സംപ്രേഷണം പിന്നീട് ദൂരദർശൻ എന്ന പേരിൽ ദേശീയ പൊതു പ്രക്ഷേപകരായി മാറി. പരീക്ഷണഘട്ടത്തിന് ശേഷം 1965 മുതൽ ദിവസേനയുള്ള ഔദ്യോഗിക സംപ്രേഷണം ആരംഭിച്ച ഇവിടെ 1982 കളർ ടെലിവിഷൻ സംപ്രേഷണം നിലവിൽ വന്നത്. ഇന്ത്യയിലെ ഏറ്റവും വലിയ വാഹന നിർമ്മാണ കേന്ദ്രങ്ങളിലൊന്നായ ഏഷ്യയുടെ ഡിട്രോയിറ്റ് എന്നറിയപ്പെടുന്ന നഗരം ചെന്നൈ. ചെന്നൈയാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ വാഹന നിർമ്മാണ കേന്ദ്രങ്ങളിലൊന്നായ ഏഷ്യയുടെ ഡിട്രോയിറ്റ് എന്നറിയപ്പെടുന്ന നഗരം. ലോകത്തിലെ പ്രശസ്തമായ വാഹന നിർമ്മാണ നഗരമായ അമേരിക്കയിലെ ഡെട്രോയിറ്റ് നഗരത്തോട് ഉപമിച്ചാണ് തമിഴ്നാടിൻ്റെ തലസ്ഥാനമായ ചെന്നൈയെ ഈ വിശേഷണത്തോടെ വിളിക്കുന്നത്. രാജ്യത്തെ മൊത്തത്തിലുള്ള ഓട്ടോമൊബൈൽ കയറ്റുമതിയുടെയും ഉൽപ്പാദനത്തിൻ്റെയും സിംഹഭാഗവും ഇവിടെ നിന്നാണ് നടക്കുന്നത്. ഇന്ത്യയിൽ ആദ്യത്തെ ജലമെട്രോ, വാട്ടർ മെട്രോ നിലവിൽ വന്ന നഗരമേത്? കൊച്ചി. ഇന്ത്യയിൽ ആദ്യത്തെ വാട്ടർ മെട്രോ നിലവിൽ വന്നത്, ജലമെട്രോ നിലവിൽ വന്നത് കൊച്ചിയിലാണ്. 2021 ഏപ്രിൽ 25 പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ്
കൊച്ചി വാട്ടർ മെട്രോ ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്തത്. പൂർണ്ണമായും വൈദ്യുതിയിൽ പ്രവർത്തിക്കുന്ന ആധുനിക എയർ കണ്ടീഷൻ ചെയ്ത ബോട്ട് കാറ്റഗറിയാണ്. ഇലക്ട്രിക് ഹൈബ്രിഡ് ബോട്ട്സ് ആണ് ഇതിനായി ഉപയോഗിക്കുന്നത്. കൊച്ചി മെട്രോ റെയിൽ ലിമിറ്റഡും സംസ്ഥാന സർക്കാരും ചേർന്നാണ് ഈ പദ്ധതി നടപ്പിലാക്കിയിരിക്കുന്നത്. ഇന്ത്യയുടെ കയർ വ്യവസായത്തിന്റെ കേന്ദ്രം എന്നറിയപ്പെടുന്ന കേരളത്തിലെ സ്ഥലം ഏതാണ്? ആലപ്പുഴ. ആലപ്പുഴയാണ് ഇന്ത്യയുടെ കയർ വ്യവസായത്തിന്റെ കേന്ദ്രം എന്നറിയപ്പെടുന്ന സ്ഥലം. കായലുകളുടെയും തോടുകളുടെയും സാന്നിധ്യം കൊണ്ട് ആലപ്പുഴ കിഴക്കിന്റെ വെനീസ് ഓഫ് ദ ഈസ്റ്റ് എന്നും അറിയപ്പെടുന്നു. സെൻട്രൽ കയർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഇവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്. പ്രശസ്തമായ നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്ന പുന്നമടക്കായൽ സ്ഥിതി ചെയ്യുന്നതും ആലപ്പുഴയിലാണ്. ഇന്ത്യയുടെ സിലിക്കൺ വാലി എന്നറിയപ്പെടുന്ന നഗരം ഏതാണ്? ബംഗളൂരു. കർണാടകയിലെ ബംഗളൂരുവാണ് ഇന്ത്യയുടെ സിലിക്കൺ വാലി എന്നറിയപ്പെടുന്ന നഗരം. ലോക പ്രശസ്തമായ സാങ്കേതിക വിദ്യാ കേന്ദ്രമായ അമേരിക്കയിലെ കാലിഫോർണിയയിലുള്ള സിലിക്കൺ വാലിക്ക് സമാനമായി ഇന്ത്യയുടെ വിവര സാങ്കേതിക വിദ്യയുടെയും IT-യുടെയും സോഫ്റ്റ്വെയർ വ്യവസായത്തിൻ്റെയും ആസ്ഥാനമായി നഗരം വളർന്നതിനാലാണ് ഈ വിശേഷണം ലഭിച്ചത്. ഇത്രയുമാണ് ചോദ്യങ്ങൾ. പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.